Participant number 5, please come to the stage. Participant number 5. അടുത്തതായി chess number 6, come to the stage. Chess number 7 to the stage, please. അടുത്തതായി chess number 8, please come to the stage. Chess number 8 to the stage, please. Chess number 9 to the stage, please. നാട്ടിലൊക്കെ സാധാരണ ആരെങ്കിലും സ്റ്റേജ് വരുമ്പോൾ പോകുന്നത് അപമാനമാണെന്നും അമേരിക്കയിൽ അതാണ് പ്രോത്സാഹനമെന്നും ഞാൻ ഈ അടുത്ത കാലത്താണ് മനസ്സിലായത്. Anyway, that is great. Chess number 12, please. അടുത്തതായി ചോദ്യോത്തര വേദിയാണ്. ഓരോ പാർട്ടിസിപ്പൻസിനെ ആയിട്ട് ഞങ്ങൾ വിളിക്കും. ജഡ്ജസ് അവരോട് ക്വസ്റ്റ്യൻ ചോദിക്കും. ആദ്യമായി പാർട്ടിസിപ്പന്റ് നമ്പർ 2 വി ഇൻവൈറ്റ് യു ടു ദി സ്റ്റേജ്. താങ്ക്സ്. ചോദ്യം: പ്രവാസി മലയാളികളെ കൊണ്ട് സ്വന്തം നാടിനുണ്ടാകാവുന്ന നേട്ടമെന്ത്? ഒന്നുകൂടെ ചോദിക്കാം. പ്രവാസി മലയാളികളെ കൊണ്ട് സ്വന്തം നാടിനുണ്ടാകാവുന്ന നേട്ടമെന്ത്? 1 മിനിറ്റിന് ഉത്തരം പറഞ്ഞാൽ മതി. 1 മിനിറ്റ്. പ്രവാസികളായ നമുക്ക് ഏറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്റെ സ്വന്തമായ വ്യൂവിലൂടെ നോക്കിയാൽ ഞാനൊരു നേഴ്സാണ്, ഞാനൊരു അമ്മയാണ്. നമ്മുടെ ആതുര സേവനം കേരളത്തിന് വളരെയധികം ആവശ്യമാണ്. പലപ്പോഴായിട്ടും ഡോക്ടേഴ്സ്, നഴ്സസ് എല്ലാം പോയി അവിടെ ശസ്ത്രക്രിയയ്ക്കും എല്ലാം സഹായിക്കാറുണ്ട്. ഇവിടുന്ന് മെഡിക്കൽ സപ്ലൈ എല്ലാം കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. അതുപോലെ ഇനിയും കൂടുതൽ സഹായങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ ഏറ്റവും അടുത്തായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ കുടുംബത്തെ രക്ഷിക്കുക എന്നുള്ളതാണ്. ധനപരമായിട്ട് നമുക്ക് വളരെയധികം സഹായങ്ങൾ ചെയ്യാനുണ്ട്. വളരെയധികം പല കുടുംബങ്ങളും വിഷമത്തിൽ ജീവിക്കുന്നവരാണ്. എങ്കിലും നമ്മൾ അമേരിക്കയിലോട്ട് വന്ന് പെട്ടതിന് ശേഷം നമുക്ക് അവരെ സഹായിക്കാൻ കഴിയുന്നു. പിന്നീട് ഇവിടുന്ന് നമ്മുടെ കേരളം ഗേൾസ് ഓൺ കൺട്രി എന്നാണ് വിളിക്കപ്പെടുന്നത്. എങ്കിലും ഇപ്പോൾ വളരെ പിന്നോക്കത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് മിഷണറിമാരെല്ലാം ഇവിടെ നിന്നെല്ലാം പോയി അവിടെ ആൾക്കാർക്ക് കൂടുതലായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കുന്നു എന്നും നമുക്ക് സന്തോഷിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഒരമ്മ എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അവിടെ എത്രമാത്രം അനാഥരായിട്ടുള്ള പിള്ളേരുണ്ട്. ആ മക്കൾക്കെല്ലാം നമുക്ക് പല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യാനും ഒക്കെ ആവശ്യമുണ്ട്. പിന്നെ 1 മിനിറ്റിൽ ഉത്തരം നിർത്തേണ്ടതുകൊണ്ട് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. പാർട്ടിസിപ്പന്റ് നമ്പർ 3, പ്ലീസ്. ടൈം നോക്കണേ. Judges, please start the time. 1 minute. You have to give 1 minute to everybody. Judges, date ചെയ്ത് ടൈം ഒന്ന് നോട്ട് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിലെ വിലപ്പെട്ട നേട്ടമെന്ത്? എന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട നേട്ടം എന്ന് പറഞ്ഞാൽ എന്റെ കുടുംബമാണ്. എനിക്ക് നല്ലൊരു കുടുംബം ദൈവം തന്നു. 3 കുട്ടികൾ, 20 വയസ്സ്, 18 വയസ്സ്, 15 വയസ്സ്. 3 പേരും നല്ലതായിട്ട് പഠിക്കുന്നു. മലയാളി തന്മയില് വളർന്നു വരുന്നു. അതൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. Short and cute. That's good.
Okay. Participant number 4, please. Number 4. ഒരു ഉത്തമ കുടുംബിനിക്ക് വേണ്ടുന്ന ഗുണങ്ങൾ എന്തെല്ലാം? ഉത്തമ കുടുംബിനിയാകുവാൻ ഭക്തിയും ശക്തിയും ബുദ്ധിയും ഒന്നുപോലെ ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ സ്നേഹം, സഹിഷ്ണുത, ക്ഷമ എന്നിവയുടെ നിറകുടവുമായിരിക്കണം. എനിക്ക് ഒരു നിമിഷം ഹോമയുടെ ഭാരവാഹികൾക്ക് ഇങ്ങനെ ഒരു അവസരം മലയാളി അംഗന്മാർക്ക് ഉണ്ടാക്കി തന്നതിൽ അഗൈതവമായ നന്ദി രേഖപ്പെടുത്തുകയും അഭിനന്ദനത്തിന്റെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുകയും ചെയ്യുന്നു. Number 5. Number 5, please. ഒരു സ്ഥലം സന്ദർശിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഏത് സ്ഥലം തിരഞ്ഞെടുക്കും? അതെന്തുകൊണ്ട്? ആദ്യമായി മാന്യസാസിന് എന്റെ ഹൃദയവുമായ അഭിവാദ്യം. ഇതിനുത്തരം ഞാൻ 2 ലൈൻ പാട്ടുപാടി അതിന് മറുപടി തരാം. മാമലകൾക്കപ്പുറത്ത് മലകൾക്കപ്പുറത്ത് മലയാളമെന്നൊരു നാടുണ്ട്, കൊച്ചു മലയാളമെന്നൊരു നാടുണ്ട്. എന്റെ കേരളം, എന്റേത് മാത്രമായ സുന്ദരമായ കേരളം, എന്റെ ജന്മനാട്, ഞാൻ പിറന്നു വീണ എന്റെ മണ്ണ്, എന്നെ ഞാനാക്കി മാറ്റിയ എന്റെ കേരളം, പ്രകൃതി രമണീയമായ മലയാളം പെണ്ണുങ്ങൾ കൈകൊണ്ടു പിടിക്കുന്ന എന്റെ കേരളം, വിദ്യാസമ്പന്നരാലും പേരുകേട്ട നേതാക്കന്മാരാലും പേരുകേട്ട കവികളും കവയിത്രികളും പിറന്നു വീണ സ്വന്തം മണ്ണ് എന്റെ കേരളം. ആ കേരളത്തിൽ എന്നുമെന്നും ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നു, എന്നുമെന്നും. അടുത്തതായി chess number 6. സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സ്ത്രീ പുരുഷ സമത്വം, അതായത് സ്ത്രീയും പുരുഷനും തുല്യരാണെന്നുള്ളത്, അതങ്ങനെ തന്നെയാണ് വേണ്ടതെന്നാണ് എന്റെ അഭിപ്രായവും. എനിക്ക് തോന്നുന്നില്ല ലോകത്ത് ആർക്കും അതിനെതിരായിട്ടൊരു അഭിപ്രായം ഉണ്ടായിരിക്കുന്നത്. നമ്മള് സ്ത്രീ പുരുഷ സമത്വത്തിലേക്കുള്ള ദൂരം ഒരുപാട് ഇനിയും താണ്ടേണ്ടിയിരിക്കുന്നു. മാറി മറിക്കാൻ പോലും അവകാശമില്ലാതിരുന്ന ഒരു സ്ത്രീക്ക് അവകാശമില്ലാതിരുന്ന ഒരു സംസ്കാരത്തിൽ നിന്ന് വന്നവരാണ് നമ്മൾ അതിൽ നിന്ന് അത് വെച്ച് നോക്കുമ്പോൾ നമ്മളേറെ പോയിട്ടുണ്ട്. എന്നാലും നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലെത്തുവാൻ ഇനിയും ഏറെ ദൂരം പോകേണ്ടിയിരിക്കുന്നു. ഝാൻസി റാണിയും ഇന്ദിരാഗാന്ധിയും കൽപ്പന ചൗളയും ജനിച്ച നാട്ടിൽ നിന്നാണ് നമ്മൾ വരുന്നത്. അവർക്കൊക്കെ അവിടം വരെ എത്താൻ അവരുടെ സ്ത്രീയുടെ ശക്തിയും അവരുടെ നിശ്ചയദാർഢ്യമാണ് അവരെ സഹായിച്ചത്. അവർ തന്നെ ആയിരിക്കട്ടെ നമ്മുടെയും മാതൃക. താങ്ക് യു. Thank you very much. Chess number 7, please. Chess number 7. ചോദ്യം: സ്ത്രീ നേതൃത്വത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായമാണ്? സ്ത്രീ നേതൃത്വ നിലയിലേക്ക് വരണമെന്ന് എന്ന അഭിപ്രായത്തോട് ഞാൻ ശക്തമായി യോജിക്കുന്നു. അതിന് ഉത്തമ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. മദർ തെരേസ, ശാന്തിയുടെയും സമാധാനത്തിന്റെയും പ്രതീകമായിരുന്ന അവർ എങ്ങനെ നല്ല നേതൃത്വം കാഴ്ചവെക്കാമെന്ന് നമുക്കെല്ലാം കാട്ടിത്തന്നത് വിശുദ്ധയായ വാഴ്ത്തപ്പെട്ടു. പിന്നെ ഇഹലോകവാസം വെടിഞ്ഞുപോയ നമ്മുടെ മുൻ പ്രധാനമന്ത്രി, ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, എന്തൊരു ശക്തമായ വ്യക്തിത്വമായിരുന്നു അവരുടേത്. അവരുടെ ഭരണം എത്ര നല്ലതായിരുന്നുവെന്ന് നമുക്ക് ഏവർക്കും അറിയാം. പിന്നെ ഈ പുതിയ കാലഘട്ടത്തിൽ ഈ ചോദ്യത്തിന് പ്രസക്തിയുണ്ടോ എന്ന് പോലും ഞാൻ ആലോചിക്കുകയാണ്. സ്ത്രീ അകലെയല്ല, അവൾക്കിന്ന് എല്ലാ സൗകര്യങ്ങളും കൈമുതലായുണ്ട്. അവൾക്ക് തീർച്ചയായും നേതൃത്വ നിലയിലേക്ക് വരാം. അത് ഒന്നുകൂടി ഞാൻ ആവർത്തിച്ചു പറയുന്നു, സ്ത്രീ തീർച്ചയായും നേതൃത്വ നിലയിലേക്ക് വരണം എന്നതാണ് എന്റെ അഭിപ്രായം.